ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഞാനിന്ന് മൂകാംബികയിലാണ് ഫാമിലിയായിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് വർഷം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും മൂകാംബികയിൽ വരാറുണ്ട്. ശിവാനിയുടെ ഡാൻസിനോടനുബന്ധിച്ചാണ് കേട്ടോ വരാറുള്ളത്. സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. ഡാൻസ് സ്കൂളിൽ നിന്നാണ്. അങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് വരാറുള്ളത്. 1-2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാറുണ്ട്. എങ്കിലും തൊഴുതിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് ശ്രീ ഗണേഷ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയോടുകൂടിയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സൂക്ഷിച്ചിട്ടുള്ളത്. ലൈവ് കിച്ചണാണ്. നമുക്ക് ആഹാരം ഉണ്ടാക്കുന്നതൊക്കെ നേരിട്ട് തന്നെ കാണാൻ പറ്റും. ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളിവിടെ വന്ന് സ്ഥിരം കഴിക്കാറുള്ളത് പൂരിയും ഇഡ്ഡലിയും അതുപോലെ തന്നെ മസാല ദോശയാണ്. മാമിക്ക് രാവിലെ ഇഡ്ഡലി മതിയെന്ന് പറഞ്ഞു. 2 ഇഡ്ഡലിയാണ് ഒരു സെറ്റിൽ വരുന്നത്. ഞങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ സ്പെഷ്യൽ ഗീ മസാല ദോശയും അതുപോലെ തന്നെ അവരുടെ പൂരി സെറ്റാണ്. മൂകാംബികയിൽ 3 വർഷം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴെല്ലാം ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ഇവിടുത്തെ പൂരി മസാല എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് അവരുടെ ആ ഒരു മസാലയാണ്. ഞാൻ നമ്മുടെ നാട്ടിൽ കഴിച്ചതിനെക്കാട്ടിയും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മസാല എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പച്ചമുളകും പുതിനയിലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് അരച്ചിട്ടാണ് ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൂരി ആയിരുന്നാലും അതുപോലെ തന്നെ സോഫ്റ്റ് പൂരിയാണ്. പൂരി സെറ്റിൻ്റെ കൂടെ 2-3 കൂട്ടം തൊട്ടുകറികളെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കിഴങ്ങ് കറിയാണ്. നല്ലൊരു മസാല കറിയായിരുന്നു അത്. എന്തായാലും ഓവറോൾ ഈ ഒരു പൂരി സെറ്റായിരുന്നാലും നല്ല സ്വാദായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇവരുടെ ഈ ഒരു മസാല ദോശയാണ് കേട്ടോ. ഇവിടുത്തെ ഗീ മസാല ദോശ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മസാലയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അവർ ഇവിടെ ഉപയോഗിക്കുന്ന നെയ്യെന്ന് പറഞ്ഞാൽ നന്ദിനി നെയ്യാണ്. കർണാടകയിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്ന നന്ദിനി നെയ്യാണ് കേട്ടോ. പിന്നെ ഈ ഒരു മസാല ദോശയ്ക്കകത്ത് അവർ അഡീഷണലായിട്ട് ഒരു ചട്നി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചട്നി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ചട്നിയാണ്. ഞാൻ മൂകാംബി വന്ന സമയത്തെല്ലാം ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റിൽ നിന്നും ഫുഡ് കഴിച്ചിട്ടുണ്ട്. അവിടെ അങ്ങ് കിട്ടാത്ത ഒരു രുചിയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു മസാല ദോശയ്ക്ക്. ആ ഒരു സ്പെഷ്യൽ മസാല ദോശ ആയതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു പ്രത്യേകതയുള്ളത്. എന്തായാലും നിങ്ങൾ മൂകാംബികയിൽ വരുമ്പോഴത്തേക്ക് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇവിടെ വന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഈ ഒരു സ്പെഷ്യൽ ഗീ മസാല ദോശ തന്നെയാണ് കേട്ടോ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാമ്പാർ നല്ല മധുരമുള്ള സാമ്പാറാണ്. നമ്മുടെ നാട്ടിൽ ഇതേപോലുള്ള സാമ്പാർ അങ്ങനെ അധികം കിട്ടാറില്ല. കർണാടക ഭാഗങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ളൊരു സാമ്പാർ കിട്ടാറുള്ളത്. മധുരം എന്ന് പറഞ്ഞാൽ ലൈറ്റ് മധുരമാണ്. ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവർ ചെറുതായിട്ട് അവർ ശർക്കര ചേർക്കാറുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. സാമ്പാറിലായിരുന്നാലും ഒട്ടുമിക്ക കറികളിലും അവർ കുറച്ച് ശർക്കര ചേർക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു രുചി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും വേറെ ലെവലാണ് കേട്ടോ. നിങ്ങളൊരു മസാല ദോശ കൂടെ വരുമ്പോൾ മസ്റ്റ് ട്രൈ ചെയ്യുക. എനിക്ക് മാത്രമല്ല കേട്ടോ, ശിവാനിക്കും അമ്പാടിക്കും മൂകാംബികയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹോട്ടലിലെ മസാല ദോശയാണ് അവർ സെലക്ട് ചെയ്യാറുള്ളത്. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. അമ്പാടിക്ക് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. അവന് പൊതുവേ മസാല ദോശ വലിയ ഇഷ്ടം തന്നെയാണ്. മാമിയുടെ കാര്യം പറഞ്ഞാൽ അങ്ങനെ മാമിക്ക് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. വിശക്കുമ്പോൾ നല്ല വൃത്തിയോടുകൂടി നല്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കടയാണ് സെലക്ട് ചെയ്യാറുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു കോഫി പറഞ്ഞായിരുന്നേ. കോഫി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാല് എടുത്ത് പറയേണ്ടതാണ്, നന്ദിനിയുടെ പാലാണ് അവർ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ടത് ഫിൽട്ടർ കോഫിയാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിലാണ് അവർ കോഫി സെർവ് ചെയ്യുന്നത്. അടിപൊളി കോഫിയാണ് കേട്ടോ. എല്ലാം കഴിച്ച് കഴിഞ്ഞ് ചൂടോടുകൂടി കോഫിയും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. നിങ്ങൾ ഹോട്ടൽ മാത്രം പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയണ്ട. വൈകുന്നേരവും ഉച്ചയ്ക്കും മൂകാംബികയിൽ അന്നദാനം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ രാത്രി ഇവിടുത്തെ അന്നദാനമാണ് ട്രൈ ചെയ്തത്. ട്രൈ ചെയ്യാനൊന്നുമില്ല, ഞങ്ങൾ എല്ലാ വർഷവും ഇവിടുത്തെ അന്നദാനം കഴിക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് തിരക്ക് വളരെ കുറവായിരുന്നു. പൊതുവേ രാത്രിയിലെ അന്നദാനത്തിന് തിരക്ക് വളരെ കുറവാണ്. ഉച്ചയ്ക്കുള്ള അന്നദാനത്തിനാണ് കേട്ടോ നല്ല ക്യൂ വരാറുള്ളത്. അതുപോലെ തന്നെ രാവിലെ ഉച്ചയ്ക്ക് അവർ സെപ്പറേറ്റായിട്ടാണ് ഫുഡ് ഉണ്ടാക്കാറുള്ളത്. എപ്പോഴും വന്നാലും നമുക്ക് ചൂടോടുകൂടി ഇവിടുത്തെ അന്നദാനം കഴിക്കാൻ പറ്റും. ഇവിടുത്തെ കറികളെന്ന് പറഞ്ഞാൽ രാത്രി വരുമ്പോഴത്തേക്ക് രസവും അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. നല്ല പൊന്നിയരി ചോറിലാണ് കേട്ടോ ഇവിടെ അന്നദാനം തരുന്നത്. ചൂടോടുകൂടി ആ ഒരു രസവും ചട്നിയും ചോറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാനുണ്ടല്ലോ, വല്ലാത്തൊരു രുചിയാണ്. പ്രത്യേകിച്ച് മൂകാംബിക ദേവിയുടെ അന്നദാനം ആയതുകൊണ്ട് തന്നെയാണ് രസം ഒരു മധുരമുള്ള രസമാണ് കേട്ടോ. കുറച്ച് ശർക്കര ചേർത്തിട്ടുള്ള രസമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ്. ഒരുപാട് ആൾക്കാർ രാത്രി വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് വന്നത്, അതുകൊണ്ടാണ് അധികം തിരക്കില്ലാത്തത്. വൈകുന്നേരം ഒരു 7 മണി മുതൽ
അന്നദാനം സ്റ്റാർട്ട് ചെയ്യും. ഇരുന്ന് കഴിക്കാനുള്ള കുറച്ച് സ്പേസേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം തറയിലിരുന്നാണ് കഴിക്കാറുള്ളത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് വാങ്ങിച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ അതുപോലെ രസമല്ല, നല്ല സാമ്പാറാണ് കേട്ടോ. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം സാമ്പാർ, രണ്ടാമത് രസമാണ്. സാമ്പാറിൻ്റെ കൂടെ നല്ല മോരുണ്ട് കേട്ടോ. കുറച്ച് ലൂസാണെങ്കിലും ആ മോര് കഴിക്കാൻ പ്രത്യേക ഒരു രുചിയാണ്. നല്ല സാമ്പാറും കുറച്ച് രസവും പിന്നെ മോരും പൊന്നിയരി ചോറും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക. രാത്രിയിലത്തെ അന്നദാനം കുശാലാണ് കേട്ടോ. നല്ല വയറ് വീർക്കാൻ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. മൂകാംബികയിൽ ഒരു ദിവസത്തെ ട്രിപ്പിനായിട്ട് വരുന്നവർക്ക് രാവിലത്തെ ഫുഡ് ഒഴിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കും രാത്രി എല്ലാം അമ്പലത്തിൽ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഉണ്ട് കേട്ടോ.